الله الرحمن الرحيم الحمد لله رب العالمين وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين أما بعد റമദാനിലെ അതിമഹത്തായ ആദ്യ 10 ദിനരാത്രങ്ങളിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. റമദാനും വിശുദ്ധ ഖുർആനും മഹ്ശറയിൽ ഷഫാഅത്ത് ചെയ്യും എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ ഉണർത്തുകയുണ്ടായി. ഖുർആനിനെ സംബന്ധിച്ച് മഹ്ശറയിൽ അവൻ രാത്രി സമയങ്ങളിൽ എനിക്ക് വേണ്ടി ഉറക്കമൊഴിയുകയുണ്ടായി ഖുർആൻ പാരായണത്തിൽ. അതുകൊണ്ട് ഇവന് ഷഫാഅത്ത് നൽകാൻ നീ അനുവദിക്കണം. നോമ്പാകട്ടെ ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കിയതോടൊപ്പം ശരീരത്തിൻ്റെ ഇച്ഛകളെ നിയന്ത്രിച്ച ഒരാത്മസംയമനം അനുഭവിച്ച വ്യക്തി എന്ന നിലയിൽ നോമ്പും ഷഫാഅത്ത് ചെയ്യും. ഷഫാഅത്ത് ഇസ്ലാമിൽ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മഹ്ശറയിൽ മുഴുവൻ അംബിയാ മുർസലുകളും അവരുടെ ഉമ്മത്തുകളും ഏറെ ആഗ്രഹിക്കുന്ന ഒരു സന്ദർഭത്തിൽ നബിയുടെ ഷഫാഅത്തുൽ കുബ്ര എന്നതിൽ പ്രതീക്ഷയർപ്പിക്കുന്ന ഒരു സമയമുണ്ട്. ആ ഷഫാഅത്തിലാണ് ഹിസാബ് വരെയും നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് റമദാനും വിശുദ്ധ ഖുർആനും നോമ്പും നമ്മെ സംബന്ധിച്ച് ഏറെ പ്രാധാന്യമുള്ളതാണ്. ഷഅബാനിൽ അല്ലാഹുവിൻ്റെ റസൂല് നടത്തിയ ഒരു ഖുതുബ, അതിൽ 4-5 കാര്യങ്ങൾ ഉണർത്തുന്നുണ്ട്. ഇമാം തബറാനി ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്. അതിൽ പ്രവാചകൻ പറഞ്ഞത്, നിങ്ങൾക്കൊരു മാസം ആഗതമാവുകയാണ്. അതിൻ്റെ ആദ്യത്തെ 10 ദിനരാത്രങ്ങൾ കാരുണ്യത്തിൻ്റേതാണ്. തൊട്ടടുത്ത 10 ദിനരാത്രങ്ങളാകട്ടെ നരകമോചനത്തിൻ്റെ ദിനരാത്രങ്ങളാണ്. മൂന്നാമത്തെ അവസാനമായി ഉണ്ടാകുന്ന 10 ദിവസങ്ങൾ അഫുവിൻ്റെ, മാപ്പിൻ്റെ, വിടുതലിൻ്റെ, അനുഗ്രഹത്തിൻ്റെ 10 ദിനരാത്രങ്ങളാണ്. അതുകൊണ്ട് റമളാൻ ആഗതമായാൽ മൻ തഖറബ ഫീഹി ബി ഹസലത്തിൻ മിനൽ ഖൈർ, ഒരു നല്ല കാര്യം ഒരാൾ റമളാനിൽ നിർവഹിച്ചാൽ കാന കമൻ അദ്ദാ ഫരീളത്തൻ ഫീമാ സിവാഹു, റമളാൻ അല്ലാത്ത ദിനരാത്രങ്ങളിൽ നിർവഹിക്കുന്ന ഫർള് പോലെയായി തീരും ഒരു ചെറിയ നന്മ പോലും. വമൻ അദ്ദാ ഫരീളത്തൻ ഫീഹി, ഇനി നിർബന്ധമായ ഫർളായ ഒരു കാര്യം ഒരാൾ ഈ റമളാനിൽ നിറവേറ്റിയാൽ അദ്ദാ 70 ഫരീള ഫീമാ സിവാഹു, 70 ഫർളുകൾ നിറവേറ്റിയവനെ പോലെയാവും. വഹുവ ഷഹ്റു സബ്ർ, ഇത് ക്ഷമയുടെ മാസമാണ്. വസ്സബ്റു സവാബുഹു അൽ ജന്ന, ക്ഷമയാകട്ടെ അതിൻ്റെ പ്രതിഫലം സ്വർഗമാണല്ലോ. വഷഹറുൽ മുവാസാത്ത്, ഇമാം ബൈഹഖി ഉദ്ധരിച്ച ഒരു ഹദീസ്, പരസ്പര സഹായത്തിൻ്റെ മാസമാണ്. ഇത് ക്ഷമ മാത്രമല്ല, പരസ്പരം സഹായിക്കുന്ന ഒരു മാസം കൂടിയാകുന്നു. നോമ്പെടുക്കുന്ന ഒരാൾ നേടുന്ന 2-3 നേട്ടങ്ങളുണ്ട്. അത് ഷഅബാനിലെ നബിയുടെ ആ ഖുത്ബയുടെ അവസാനം, മൻ ഫത്തറ സായിമൻ,
നോമ്പുള്ള ഒരാളെ നോമ്പ് തുറപ്പിച്ചാൽ കാന ലഹു മിസ്ലു അജിരിഹി, ആ നോമ്പുകാരന് അള്ളാഹു നിർണയിച്ച പ്രതിഫലം എത്രയാണോ അതേ പ്രതിഫലം നോമ്പ് തുറപ്പിച്ച ആൾക്ക് ലഭിക്കും. ഗൈറ അന്നഹു ലാ യൻഖുസു മിൻ അജിരി സ്വാഇമി ഷൈഉൻ, നോമ്പുകാരന് ഒരല്പവും കൂലി കുറയുകയുമില്ല. ഒരല്പം എങ്ങാനും കൂലി കുറഞ്ഞാൽ ആരെങ്കിലും നോമ്പ് തുറക്കാൻ നമ്മൾ ഇരുന്ന് കൊടുക്കൂലല്ലോ. നോമ്പുള്ള ഒരാളെ നോമ്പ് തുറപ്പിച്ചാൽ അതേ നോമ്പിൻ്റെ പ്രതിഫലം നോമ്പുകാരന് കിട്ടും. അപ്പോൾ ഖുത്ബയ്ക്കിടയിൽ നബിയോട് ചോദിച്ചു സഹാബികൾ, ഞങ്ങളിൽ പലർക്കും അതിന് കഴിയില്ലല്ലോ നോമ്പ് ഉറപ്പിക്കാൻ. അപ്പം ഞങ്ങൾ അത്ര ദരിദ്രരാണ്, സാധുക്കളാണ്, ഇല്ലാത്തവരാണെന്ന് ചുരുക്കം. അപ്പോൾ റസൂലുള്ള പറഞ്ഞു, ഒരു കവിൾ പാല് അല്ലെങ്കിൽ ഒരു കാരക്കയുടെ ഒരു കീറ് മുറിച്ചെടുത്ത ഒരു കഷ്ണം, അതുമല്ലെങ്കിൽ ഒരല്പം വെള്ളം, അതുകൊണ്ട് നോമ്പ് തുറപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ലേ? അപ്പോൾ ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സാധുക്കളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതിഫലം കരസ്ഥമാക്കുന്നതിന് ഒരു ചെറിയ ഒരു വസ്തു കൊണ്ടുപോലും നോമ്പ് തുറപ്പിക്കാൻ കഴിയും. ബുഖാരി ഉദ്ധരിച്ച ഒരു ഹദീസ്. അപ്പം നോമ്പ് തുറപ്പിക്കുക എന്നത് വലിയ പുണ്യമുള്ളതാണ്. ഇപ്പം നമ്മളതൊക്കെ ഒരു ചടങ്ങാക്കി മാറ്റി, നമ്മുടെ നിക്കാഹ് ചടങ്ങായതുപോലെ. അപ്പോൾ നമ്മൾ നോമ്പ് ഉറപ്പിക്കുക എന്നതൊരു വലിയ ആഘോഷമായി മാറി എന്നാണ് ഞാൻ ഈ പറഞ്ഞത്. അത് എന്തെങ്കിലും ചെയ്യുക. ഈ ദീനിനെ സംബന്ധിച്ചൊരു പ്രത്യേകതയുണ്ട്. ഈ ദീന് എളുപ്പമായിരിക്കും. ഇന്ന ദീന യുസ്റുൻ, സഹീഹുൽ ബുഖാരിയിലെ ഒരു ഹദീസാണത്. ലൻ യുഷാക്ക ഹാദദ്ദീനു അഹദുൻ ഇല്ലാ ഗലബഹു. ഈ ദീനിൻ്റെ ഈ നോമ്പ് മാത്രമല്ല, നമസ്കാരം, സക്കാത്ത്, ഹജ്ജ്, അങ്ങനെ എല്ലാ അമലുകളും, ജീവിതത്തിൻ്റെ മറ്റിതര നിയമങ്ങൾ, ഇതെല്ലാം അനുവർത്തിക്കൽ വളരെ എളുപ്പമാണ്. ഇനി ഒരാൾ സൂക്ഷ്മതയ്ക്ക് വേണ്ടി, തഖ്വയ്ക്ക് വേണ്ടിയൊക്കെ ഒരല്പം കടുപ്പം കാണിച്ചാലോ, അതിന് കൂലിയല്ല പറഞ്ഞത്, ആ അമല് അവനെ നശിപ്പിച്ച് കളയും, അവനെ പരാജയപ്പെടുത്തി കളയുമെന്നാണ്. അതുകൊണ്ട് അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞു, നിങ്ങൾ തീവ്രത കാണിക്കണ്ട, ഇടയത്താഴം കഴിക്കുക. ഇപ്പോൾ നോമ്പ് ഉറപ്പിക്കുന്നത് പോലെ തന്നെയാണ്. ഇന്ന ഫീ സുഹൂരിക്കും, നിങ്ങളുടെ ഇടയത്താഴം, രാത്രി എഴുന്നേറ്റ് സുബഹിക്ക് മുൻപ് ഭക്ഷണം അല്പം കഴിക്കൽ, എന്തെങ്കിലും ആയിരിക്കട്ടെ, അതിലാണ് ബർക്കത്തുള്ളത്. അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ലാ യസാലുദ്ദീനു ലാഹിറൻ മാ അജ്ജലന്നാസു ലിൽ ഫിത്തരി കാനൽ യഹൂദു വൻ നസാറ യതഅഖറൂൻ. അബൂദാവൂദിൻ്റെ സുനനിൽ ഉദ്ധരിച്ചൊരു ഹദീസ്. അപ്പോൾ ഇടയത്താഴം കഴിക്കൽ ബർക്കത്ത് നിറഞ്ഞ ഒരു കാര്യമാണ്, അതൊരു സുന്നത്താണ്. അഹ്ൽ കിതാബുമായിട്ട് എന്താണ് അതിൻ്റെ ഒരു ഭിന്നത? അവർ ഈ ഇടയത്താഴം കഴിക്കാറില്ല, തസഹുർ എന്ന് പറയുന്നത് കഴിക്കാറില്ല. അവർ രാത്രി വൈകുന്നേരം നോമ്പ് തുറന്നാൽ പിറ്റേ ദിവസം വൈകുന്നേരം നോമ്പ് തുറക്കുക. അപ്പം നോമ്പാണ് രാത്രിയിൽ എന്നർത്ഥം. അതുകൊണ്ട് നിങ്ങൾ അതിനിടയിൽ നബിയുടെ ഉമ്മത്തുകൾ ഇടയത്താഴം കഴിക്കണം. ഒരു ജനത നോമ്പ് തുറക്കുന്നതിന് ധൃതി കാണിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ ദീൻ തന്നെ വിജയിക്കുമായിരുന്നില്ല. ലാഹിറൻ എന്നാണ് ആ ഹദീദിലെ വാക്ക്. ഇസ്ലാം അല്ലെങ്കിൽ നമ്മുടെ ഈ ദീൻ, അതിൻ്റെ വിജയത്തിൻ്റെ ഒരു കാരണം നോമ്പ് തുറക്കുന്നതിന്, എല്ലാവരും അതെ, നോമ്പ് തുറക്കുന്നതിന് വിശിഷ്യ ധൃതി കാണിക്കും. യഹൂദരും ക്രൈസ്തവരും വൈകിപ്പിക്കും. ഒരു വാച്ച് നോക്കിയിട്ട് 2 മിനിറ്റ്, 4 മിനിറ്റ്, 6 മിനിറ്റ്, ഒരു സൂക്ഷ്മതയെ. മുസ്ലിമുകൾ പഠിക്കേണ്ട ഒരു ഹദീസാണ്, അബൂദാവൂദിൻ്റെ സുനനിലുണ്ടത്. ഇവിടെ റസൂലുള്ള പറഞ്ഞത് നേരെ തിരിച്ചാണ്. നിങ്ങൾ അവരെ പോലെ ഈ ദീനിനെ നോമ്പങ്ങട് ഒരു 5 മിനിറ്റോടെയാണ് കഴിയട്ടെ. ഈ കേരളത്തിൽ എന്നാ അത് തുടങ്ങിയത്? കൂടിയ ഒരു 70 കൊല്ലമായിട്ടുണ്ടാവും.
എടപ്പള്ളി കലണ്ടറിന് ശേഷമാണത്. അപ്പോൾ അതൊക്കെ ആലോചിച്ച് ചിന്തിക്കുക. അവരവർക്ക് വേണ്ടത് അവരവർക്ക് എടുക്കാം. അപ്പം നോമ്പ് തുറക്കൽ വേഗമാകണം. ഈ 10 ദിനരാത്രങ്ങൾ പ്രാർത്ഥനയിൽ റഹ്മത്ത് ചോദിക്കേണ്ട ദിനരാത്രങ്ങളാണ്. അപ്പോൾ അതിന് സാധാരണ നിലയിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ നമുക്ക് മനഃപ്പാടമുള്ളതോ ആയ വാക്കുകൾ അല്ലാഹുമ്മ ഇർഹംനി യാ അർഹമർ റഹീമീൻ. അപ്പോൾ ഒരു ദുആയാണ്. അല്ലാഹുമ്മ ഇഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. അപ്പോൾ അള്ളാഹുവിനോട് റഹ്മത്ത് തേടലാണ് എല്ലാ നമസ്കാരത്തിന് ശേഷവും അല്ലാത്ത സമയങ്ങളിലുമൊക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുല്ലു അമലി ഇബ്നു ആദം, ഒരു മനുഷ്യൻ്റെ എല്ലാ അമലുകളും ഫഇന്നഹു യുളാഅഫുൽ ഹസന അശറ അംസാലിഹ, എല്ലാ അമലുകളിലും നന്മകളുള്ള ഏതൊരു അമലും 10 ഇരട്ടിയായി വർദ്ധിപ്പിച്ചാണ് കൂലി നൽകുക, പ്രതിഫലം നിശ്ചയിച്ചിട്ടുള്ളത്. അത് റമളാനിലാകുമ്പോൾ ഇലാ 700 700 അത് ഉയർത്തപ്പെടും. ഇല്ല സൗ, നോമ്പൊഴികെ. നോമ്പാകട്ടെ ഫഇന്നഹു ലി, അത് എനിക്ക് വേണ്ടി അവർ നിർവഹിക്കുന്നതാണ്. സാദുൽ മആദിൽ ഇബ്നു ഖയ്യിം അലൈഹി റഹ്മ പറയുന്നത് അതൊരു വലിയ സാമൂഹിക ഇബാദത്താണ്. മുഴുവൻ സമൂഹത്തിലെ മുഴുവൻ ആളുകളും നോമ്പുകാരാണ്. അതെനിക്ക് വേണ്ടിയാണ് അവർ ചെയ്യുന്നത്. ആരും ആരെയും ബോധ്യപ്പെടുത്തുന്നില്ല നോമ്പ്. വഅന അജ്സി ബിഹി, അതുകൊണ്ട് ഞാൻ ആ നോമ്പിന് പ്രതിഫലം നൽകും. അപ്പോൾ അതുകൊണ്ട് റമളാനിലെ ആദ്യത്തെ 10 ദിനരാത്രങ്ങൾ നോമ്പ് തുറക്കുന്നതിൽ വേഗത വേണം, ഇടയത്താഴം കഴിക്കണം, നോമ്പ് തുറപ്പിക്കണം. അതൊരു പകരത്തിന് പകരം അല്ലാതെ അത് പരമാവധി പ്രതിഫലം കരസ്ഥമാക്കാവുന്ന ഒരു വലിയ ഇബാദത്താണ് നോമ്പ് തുറപ്പിക്കൽ. അത് ക്ഷണിച്ചാൽ ആ ക്ഷണം സ്വീകരിക്കണം കഴിയുന്ന എല്ലാവരും. റഹ്മാനായ അള്ളാഹു ഈ മഹത്തായ മാസത്തെ അനുഗ്രഹിക്കുകയും ആ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരികയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഗുരുവര്യന്മാർ, കുടുംബാദികൾ അള്ളാഹു അവരെ തൃപ്തിപ്പെടുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ നജ്ജിനാ മിമ്മാ നഖാഫു വനഹ്ദർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറ. സ്വല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.